വെൽക്കം ടു ഇച്ചൂസ് ട്രാവൽ ഇറ്റ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചേമ്പ് വെച്ചുകൊണ്ട് ഒരു തനി നാടൻ റെസിപ്പി ആയിട്ടുള്ള മോരുകറിയാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ മോരുകറി നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചേമ്പ് മോരുകറി തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4-5 ചെറിയ ചേമ്പാണ്. പാൽ ചേമ്പ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കടകളിൽ വാങ്ങിടുന്ന ചെറിയ തരം ചേമ്പാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 2 പച്ചമുളക് നെടുകെ കീറി വെച്ചിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് തൈരാണ്. തൈര് നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കണം, എന്നാൽ മാത്രമേ ഈ മോരുകറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കട്ട തൈരൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, പുളിയില്ലാത്ത തൈരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2-3 ദിവസം മുമ്പ് നമ്മളത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് നല്ല പുളിയായതിനു ശേഷം മാത്രം ഈ കറി ഉണ്ടാക്കുക. പിന്നെ അരപ്പിനായി വേണ്ടത് ഒരു തേങ്ങയുടെ പകുതി, അതായത് അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു 1/4 സ്പൂൺ ജീരകവും, പിന്നെ ഒരു 2-3 പച്ചമുളകുമാണ് വേണ്ടത് അരപ്പ് തയ്യാറാക്കാനായിട്ട്. പിന്നെ വറവിനായി വേണ്ടത് കടുകും ഉലുവയും വറ്റൽമുളകുമാണ്. പിന്നെ സാധാരണ മഞ്ഞൾപ്പൊടി. ഇവയൊക്കെ ചേർത്തുകൊണ്ട് എങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പ് മോരുകറി തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ മൺചട്ടിയിലേക്ക് നമുക്ക് ചേമ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഈ ചേമ്പ് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. നമുക്കിതിനി അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ചേമ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഈ അരപ്പ് ഒന്ന് നന്നായി അരച്ചു കൊണ്ടുവരാം. നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ചേമ്പ് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റും കൂടി ഇത് അടച്ച് വെച്ച് വേവിക്കാം. ടോട്ടൽ ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഇത് നന്നായി വെന്ത് കിട്ടും. നമ്മൾ എടുക്കുന്ന ചേമ്പിനനുസരിച്ച് അതിൻ്റെ വേവ് മാറും. അപ്പം എപ്പോഴും മൺചട്ടിയിൽ വേവിക്കുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് വേവ് നോക്കാനായിട്ട് സാധിക്കുമല്ലോ. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ ചേമ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അത് വെന്തുടയാനായിട്ട് പാടില്ല, കഷ്ണങ്ങളായി തന്നെ കിടക്കണം. എന്നാൽ മാത്രമേ ചേമ്പ് മോരുകറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അത്യാവശ്യം ചേമ്പ് കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ജീരകവും പച്ചമുളകും കൂടി അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങയുടെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങയുടെ കൂട്ടിൽ കിടന്ന് ഈ ചേമ്പൊക്കെ നന്നായി വേവണം. ഇതിലേക്ക് ആ തേങ്ങാക്കൂട്ടിലത്തെ ജീരകത്തും പച്ചമുളകും നന്നായി ഈ ചേമ്പും കഷ്ണങ്ങളിലേക്ക് പിടിക്കണം. ഇവിടെ നമ്മൾ എരിവിനായിട്ട് ഉപയോഗിക്കുന്നത് പച്ചമുളകാണ്. വേറെ മുളക് പൊടിയൊന്നും നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ചേമ്പും അരപ്പും കൂടി നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി ഇത് തിളക്കട്ടെ. ആ ചേമ്പിലേക്ക് അരപ്പൊക്കെ നന്നായി പിടിക്കട്ടെ. അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നമുക്കിതിന് ചെറിയ തള വരുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. തൈര് ചേർത്താൽ കൂടുതൽ തിളയ്ക്കാൻ പാടില്ല, അങ്ങനെ നമ്മുടെ മോരുകറി പിരിഞ്ഞു പോവും. ചെറിയ തള വരുമ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കൈയെടുക്കാണ്ട് നന്നായി ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലിപ്പോൾ ഇത്തിരി ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ മോരുകറിയിൽ ചെറിയ തിളകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം.
ഇനി നമുക്ക് മോരുകറി താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഞാൻ സോസ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്. നമുക്കിത് മോരുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മൂത്ത് വരുമ്പോൾ നമുക്കിത് മോരുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പ് മോരുകറി തയ്യാറായിട്ടുണ്ട്. ഈ ചേമ്പ് കറി ചോറിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഈ ചേമ്പ് കറിയും പപ്പടം എന്തെങ്കിലും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചോറുണ്ടാനായിട്ട് വേറെ ഒന്നും വേണ്ട. അപ്പോൾ വീട്ടിലെല്ലാവരും ഇനി ചേമ്പ് വാങ്ങുമ്പോൾ ഈ മോരുകറി ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇച്ചൂസ് ട്രാവലിറ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ളതും കൂടി എനേബിൾ ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ നല്ല വീഡിയോസും നല്ല റെസിപ്പീസായിട്ട് വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.